വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിശക്തമായിട്ടുള്ളൊരു വെബ് 3 ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഈ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയുടെ പേരാണ് മെറ്റാഫോഴ്സ്. നമ്മുടെ വെബ് 3 ജനറേഷനിൽ ബ്ലോക്ക് ചെയിൻ എന്ന അതിഭീകരമായ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്തുകൊണ്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് സിസ്റ്റം ജനറേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വളരെ നീണ്ട ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് അല്ലെങ്കിൽ വലിയ ദീർഘവീക്ഷണത്തിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഗ്രേറ്റ് പ്രോജക്റ്റാണ് മെറ്റാഫോഴ്സ് എന്ന് പറഞ്ഞത്. വളരെ സ്റ്റേബിൾ ആയിക്കൊണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മെറ്റാഫോഴ്സിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞത്. ഓൾമോസ്റ്റ് ഒരു 20 lakhs കമ്മ്യൂണിറ്റി ഇന്ന് വളരെ ട്രസ്റ്റഡ് ആയിക്കൊണ്ട് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല ഏതാണ്ട് 180ഓളം രാജ്യങ്ങളിലെ ജനങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്കായിരിക്കും അതിന് നഷ്ടം ഉണ്ടായിരിക്കുക. കാരണം ഒരു 10-14 വർഷങ്ങൾക്ക് മുമ്പ് ബിറ്റ് കോയിൻ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പലരും ആ ഒരു ഓപ്പർച്യൂണിറ്റീനെ മിസ് ചെയ്ത് കളഞ്ഞു. വേണ്ട, അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് ഓപ്പർച്യൂണിറ്റിയാണ്, ഇതൊരു സ്കാം പ്രോജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് തള്ളിയ ആൾക്കാർ ഇന്ന് ബിറ്റ് കോയിൻ്റെ വാല്യൂ കയറുന്നത് കണ്ടിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന ഒരു 10 വർഷങ്ങൾക്ക് കൊണ്ട് വലിയൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാനുള്ള ഒരു വലിയൊരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. സോ കൃത്യമായിട്ട് എല്ലാ വശങ്ങളും മെറ്റാഫോഴ്സിനെ പറ്റിയിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയെടുത്തിട്ട് എങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മുൻപത്തെ വീഡിയോകളിൽ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, സ്മാർട്ട് കോൺട്രാക്റ്റ്, ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെറ്റാഫോഴ്സ് എന്നുള്ള പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ നമ്മളിപ്പോൾ എന്താണുള്ളത് അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് സാധിക്കുന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ എന്താണ് ആക്ച്വലി ഈ ഒരു ബിസിനസ് മുന്നോട്ട് വെക്കുന്ന കുറച്ച് ആശയങ്ങളുണ്ട്, അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ലാഡോ ഒക്കോട്ടിനിക്കോവ് എന്നുള്ളൊരു വ്യക്തിയാണ്. ഇയാളാണ് ഈ ഒരു മെറ്റാഫോഴ്സ് എന്നുള്ള ഈ ഒരു വെബ് 3 പ്രോജക്റ്റിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO. പുള്ളി ഒരു റഷ്യൻ ബേസ്ഡ് സിറ്റിസനാണ്, ഒരു മാത്തമാറ്റീഷ്യൻ കൂടെയാണ്. സോ 2021 ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് എന്തുകൊണ്ട് വൈ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ അല്ലെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റുന്ന അനവധി ഉത്തരങ്ങൾ ഈ ഒരു പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പെർട്ടിക്കുലർ മൊമെൻറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോസസ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനർത്ഥം ആ ഒരു പ്രോജക്റ്റ് എൻറ്റയർലി 100% ട്രാൻസ്പാരൻ്റ് ആണ്, സുതാര്യമായിരിക്കും. അതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത് ട്രാൻസ്പാരൻ്റ് ആവുന്നത്? കാരണം അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. ഏത് ബ്ലോക്ക് ചെയിനാണ്? പോളിഗൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർത്തും പറയാൻ പറ്റും ഈ ഒരു പ്രോജക്റ്റ് 100% സെക്യൂർ ആണ്, സേഫ് ആണെന്നുള്ളൊരു കാര്യം. കാരണം സ്മാർട്ട് കോൺട്രാക്റ്റ് മെത്തേഡിലൂടെയാണ് അവിടെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സ്മാർട്ട് കോൺട്രാക്റ്റ് എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിനെ ഏറ്റെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്തിട്ടുള്ള വാലറ്റുകളിലൂടെയാണ്. നമ്മൾ എന്താണുള്ള വാലറ്റുകൾ, ക്രിപ്റ്റോ വാലറ്റുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ വാലറ്റുകളാണ് നമ്മുടെ മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റൊക്കെ. എങ്ങനെ അത് നമ്മൾ ഒരു ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണാം. ഓക്കെ, സോ ഈ ഒരു ട്രസ്റ്റ് വാലറ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ടോക്കൺ പോക്കറ്റുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ വാലറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പിയർ ടു പിയർ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലൂടെ ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേഷൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ നിൽക്കുമ്പം നമുക്ക് ഒരു തരത്തിലും നമ്മളുടെ ഫണ്ടുകൾ എവിടേക്കും മിസ്സായി പോകുന്നില്ല.
കാരണം എന്തെങ്കിലും ക്യാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാഷ് ഫ്ലോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും ആ ഒരു ക്രിപ്റ്റോസ് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിതിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു Web3 പ്രോജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ക്രിപ്റ്റോ കറൻസി. അതിലൂടെ ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റും ക്രിപ്റ്റോ കറൻസിയിലൂടെ ആയിരിക്കും. നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്രിപ്റ്റോസ് എല്ലാം നമ്മളുടെ ഡയറക്റ്റ് ക്രിപ്റ്റോ വാലറ്റിലേക്ക് തന്നെയാണ് വരുന്നത്. ഒരു ആൾക്കും ആ ഒരു വാലറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാൾക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ക്രിപ്റ്റോ ഫണ്ടുകളെ അടിച്ചു മാറ്റിയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും വരുന്നില്ല. കാരണം ആ രീതിയിലാണ് ഒരു ക്രിപ്റ്റോ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമുക്കറിയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഹൈലി വോളറ്റൈലാണ്. അതായത് അതിൻ്റെ ഒരു പ്രൈസുകൾ ഒരിക്കലും ഒരു സ്ഥിരത നമ്മൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലല്ല പല പ്രോജക്റ്റുകളിലും ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റേബിൾ കോയിനാണ്. സ്റ്റേബിൾ കോയിൻ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഡോളർ എന്നുള്ള ഒരു കറൻസി, ആ ഡോളർ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ട് USDT. ഈ USDT ബാക്ക് ചെയ്തിട്ടുള്ള ഒരു അനദർ സ്റ്റേബിൾ കോയിനാണ് ഡായ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോയിൻ്റെ വാല്യൂ ഒരിക്കലും എന്താവുന്നില്ല, ഇങ്ങനെ പെട്ടെന്ന് വോളറ്റൈലായിക്കൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ല. ഓക്കെ, പെട്ടെന്നുള്ളൊരു ഉയർച്ച അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു താഴ്ച ഒരിക്കലും ഇവിടെ പോസിബിൾ അല്ല. ഡോളറിൻ്റെ വാല്യൂ എന്താണോ അതേ വാല്യൂവിൽ സ്ഥിരതയിൽ നിൽക്കുന്ന ഒരു കോയിൻ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വളരെ കൃത്യമായ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, മാത്രമല്ല ഒരു തരത്തിലുള്ള റിസ്കുകളോ നമുക്ക് ഇവിടെ ഉണ്ടാവുന്നുമില്ല. മാത്രമല്ല ഒരു ആളുകളും നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ ഒരു മെയിൻ ഘടകം? ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമാണ്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി കൺട്രോളെ ഒരിക്കലും, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് പോലും സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം എന്താണ്, ഈ എൻറ്റയർ സിസ്റ്റം റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ ബ്ലോക്ക് ചെയിനിലൂടെയാണ്, ഓടിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് ചെയിനിലൂടെയാണ്. അപ്പം സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും നമ്മുടെ ക്രിയേറ്ററെ സംബന്ധിച്ച് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇവരൊരു കമ്പനി പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഓരോരോ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന പ്രോജക്റ്റുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനേ അവർക്ക് പറ്റുന്നുള്ളൂ. വൺസ് ഈ ഒരു പ്രോജക്റ്റ് ഇതിൽ ബ്ലോക്ക് ചെയിനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു പ്രോജക്റ്റിലൊരു മാറ്റം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ അത്രത്തോളം ലോങ് വിഷനോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് എൻഡിൽ നിൽക്കുന്ന ടീംസ് ഈ ഒരു പ്രോജക്റ്റിനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആസ് എ പാർട്ടിസിപ്പൻ്റ് എന്ന രീതിയിൽ നമ്മളിതിൽ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിഡ്രോവൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം പോലും ഇവിടെ വരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മളുടെ എഫേർട്ടിൻ്റെ റിസൾട്ട് നമുക്കൊരിക്കലും പേയ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നൊരു സംവിധാനം ഒരിക്കലും ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിങ്ങിൽ വരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിലൊരു റിക്വസ്റ്റിൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, നമ്മളൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കൊരു വിഡ്രോവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും. അവരിലേക്കായിരിക്കും നമ്മളുടെ ഒരു ഈ റിക്വസ്റ്റും കാര്യങ്ങൾ പോവുക. അവരുടെ കൺട്രോളിലായിരിക്കും മേ ബി നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഇൻകംസ് നമുക്ക് അവർ തരുന്നത്. ഈ സംവിധാനങ്ങളൊന്നും ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ, അത് ഇതിൻ്റെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിലും അത് 100% കോൺഫിഡൻസിൽ തന്നെ നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, പിന്നീടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ട് മെറ്റാഫോഴ്സ് എന്നുള്ളൊരു പ്രോജക്റ്റ് സ്കാം അല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു മേജർ റീസൺ. ഈ ഒരു പ്രോജക്റ്റ് ത്രൂ ഔട്ട് റൺ ചെയ്യുന്നത് Web3യിലാണ്. Web3യിൽ റൺ ചെയ്യുന്ന പ്രൊജക്റ്റുകളെല്ലാം സ്കാം അല്ല എന്ന് പറയുന്നത് അവകാശപ്പെടുന്നതിലും അർത്ഥമില്ല. പക്ഷേ Web3യിൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അതിനെ കൺഫേം ചെയ്യാൻ പറ്റും. അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ചെയിൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. ഒരുപാട് പ്രോജക്റ്റുകൾ ബ്ലോക്ക് ചെയിനിൽ Web3യിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തത്, ഇതിലുള്ള ഓരോ ലെവലിലേക്കും നമ്മൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ പ്രോജക്റ്റുകളിലും ത്രൂ ഔട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റ് കരാറിലൂടെയാണ്.
ഓക്കെ, ഈ ഒരു കരാറിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് വ്യക്തികളുടെ മാത്രമായിരിക്കും ത്രൂ ഔട്ട് ഈ പ്രോസസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കരാറിലൂടെ നമ്മൾ ഏർപ്പെടുന്നത് നമ്മുടെ ക്രിപ്റ്റോ കറൻസികൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇത്രമാത്രം കാര്യങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ ഈ ഒരു പ്രോജക്റ്റിന് സേഫ് ലാൻഡിങ്ങിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾക്ക് ഓഫർ ചെയ്യുന്നൊരു വലിയൊരു കാര്യമുണ്ട്. ഈ മെറ്റാഫോഴ്സ് പ്രോജക്റ്റ് ഒരു നമ്പർ 1 ഡെഫി സിസ്റ്റം നമുക്ക് മെറ്റാഫോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഐ മീൻ നമ്പർ 1 ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് ഫ്രീഡം. അതാണ് നമുക്ക് മെറ്റാഫോഴ്സ് എന്നുള്ളൊരു പ്രോജക്റ്റ് ഓഫർ ചെയ്യുന്ന വലിയൊരു കാര്യം. കാരണം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ബിസിനസ്സിലെ പ്രോഫിറ്റുകൾ ഒരു നിലക്കും ഒരാൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളുടെ മാത്രം പ്രോഫിറ്റ് ആയിട്ട് നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് കൈമാറ്റം നടത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എത്രത്തോളം ബിസിനസ് ചെയ്യുന്നു അത്രത്തോളം ഏണിങ്സ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റിനെ നമ്മുടെ ഈ ഒരു ക്രിയേറ്റർ ആയിട്ടുള്ള ലാഡോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് നമ്മളിതിൻ്റെ ഓരോ വശങ്ങളിലും ഇറങ്ങി ചെന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു പിക്ചർ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഓക്കെ, സോ അത്രമാത്രം എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വരും വർഷങ്ങളിൽ ഹ്യൂജ് കമ്മ്യൂണിറ്റി ഇതിലൂടെ ഡെവലപ്പായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഒരു 20 lakhs എബോ ആളുകൾ വളരെ ട്രസ്റ്റഡ് ആയിക്കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ട് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, മാത്രമല്ല ഇതിൻ്റെ ത്രൂ ഔട്ട് ഓരോ പ്രോജക്റ്റിലൂടെയും ഓരോരുത്തർ ഏൺ ചെയ്യുന്ന പെർസെൻറ്റേജ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ശരാശരി വ്യക്തി ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കാണ് അതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിലുള്ള ഇൻകംസും കാര്യങ്ങളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി പഠിക്കും. ഇനി നമ്മൾ ഈ ഒരു മെറ്റാഫോഴ്സ് പ്രോജക്റ്റിന് പറ്റിയിട്ട് അതിൻ്റെ ഒരു റോഡ് മാപ്പിനെ പറ്റി പറയുകയാണ്. ഈ ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 ഓക്കെ, 2021 ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചപ്പം അതിനുശേഷം ജൂൺ 2022 ഈ ഒരു ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ടാക്റ്റൈൽ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ശേഷമാണ് ഈ ഒരു ടാക്റ്റൈൽ പ്രോജക്റ്റിലൂടെ നല്ലൊരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്തെടുത്തപ്പോഴാണ് അതിനോടൊപ്പമായിട്ട് റോയാലിറ്റി ഇൻകം തരുന്ന രീതിയിലുള്ള നെക്സ്റ്റ് പ്രോസസ്സ് NFT അവർ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് വന്നൊരു പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോയത്. ഇതിൻ്റെ യൂണിറ്റ്വേഴ്സ് മൾട്ടി മൈനിങ് സിസ്റ്റത്തിലൂടെ, ഐ മീൻ ഫോഴ്സ് കോയിൻ എന്നുള്ള ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു കാതലായിട്ടുള്ളൊരു ഭാഗം കിടക്കുന്നത് ഈ ഒരു മൾട്ടി മൈനിങ് പ്രോസസ്സിലാണ്. ഇത് 2023 ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്കാണ് ഈ യൂണിറ്റ്വേഴ്സിൻ്റെ മൾട്ടി മൈനിങ് പ്രോസസ്സ് പോയിട്ടുള്ളത്. ഓക്കെ, പിന്നീട് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു നെക്സ്റ്റ് ലെവൽ പ്രോജക്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ NFT വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ആ മാർക്കറ്റ് പ്ലേസിൽ NFTസിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ 2023 ലാസ്റ്റിലാണ് സംഭവിച്ചിട്ടുള്ളൊരു കാര്യങ്ങളാണ്. പിന്നീട് ഇപ്പം ഈ ഒരു ഇയറിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് യൂണിറ്റ്വേഴ്സിൻ്റെ ഗെയിം ആഫ് എന്നുള്ളൊരു നെക്സ്റ്റ് ലെവൽ പ്രോഗ്രാം. യൂണിറ്റ്വേഴ്സിൻ്റെ മൾട്ടി മൈനിങ്ങിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സ്റ്റേജിൽ മൾട്ടി മൈനിങ് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേജായിട്ട് സംഭവിച്ച ഒരു പ്രോസസ്സാണ് യൂണിറ്റ്വേഴ്സിലുടനീളുള്ളത്. ഇനി അതിനുശേഷം വന്നാണ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഡെക്സ്. ഈ ഒരു കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ സ്റ്റേക്കിംഗ് അതേപോലെ തന്നെ ഹോൾഡിംഗ്, ഈ രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് വെസ്റ്റിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് ഇവിടെ വെസ്റ്റിംഗ് കാര്യങ്ങളുടെ ആ ഒരു ക്രൈറ്റീരിയാസ് ഒക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഫോഴ്സ് കോയിന് കൃത്യമായിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ അവർ പ്രൊജക്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന കുറച്ച് പ്രോജക്റ്റുകളാണ് സ്വാപ്പ്, അതേപോലെ തന്നെ ഫോഴ്സിൻ്റെ വാലറ്റ്, ഇതൊക്കെ പ്രോസസ്സിങ്ങിലാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു ഇയർ എൻഡ് ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിലൊക്കെ ആയിട്ട് ഈ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ്ലി റണ്ണിങ്ങിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ Q4 ഇനി സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ടാക്റ്റൈൽ ഗുഡ്സ്, അതേപോലെ തന്നെ മെറ്റാവേഴ്സിൻ്റെ ബീറ്റാ വേർഷൻസ് ഒക്കെ ഇപ്പം പ്രോസസ്സിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാറ്റഗറി പെട്ടത് ബൂസ്റ്റ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതേപോലെ തന്നെ ഒരു ഓവർ റിയൽ പ്രോജക്റ്റ് ഉണ്ട്.
ഗെയിമിംഗ് സോണൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ റിയൽ എസ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യം, ഇതൊക്കെ കമ്മിങ് സൂണായിട്ട് കിടക്കുന്ന പ്രോജക്റ്റുകളാണ് മെറ്റാവേഴ്സിനെ സംബന്ധിച്ച്. അപ്പം പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഒരു ലോങ് വിഷനോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ക്രിയേറ്റർ ഈ ഒരു പ്രോജക്റ്റിന് ജനനം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത്രമാത്രം ഓരോ പൊസിഷനിലും വളരെ ശ്രദ്ധാപൂർവമാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളെയും അദ്ദേഹം കണക്ട് ചെയ്ത് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട ബ്ലോക്ക് ചെയിനിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സത്യമുണ്ട്. മാത്രമല്ല ബ്ലോക്ക് ചെയിനിൽ സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റം കൂടെ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാ പ്രൊജക്റ്റും അത്രമാത്രം സേഫാണ്, സെക്യൂർഡാണ്, 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇത്രമാത്രം പ്രോജക്റ്റുകൾ ഇതിലേക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ട് നമ്മളുടെ ഒരു ബിസിനസ് പോലെ കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെവി പ്രോഫിറ്റ് റിട്ടേൺ ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഓക്കെ, അത് നമ്മൾക്ക് ആ ഒരു മാർക്കറ്റിംഗ് എങ്ങനെ അതിനെ മാർക്കറ്റ് ചെയ്യണം, ഇതിൻ്റെ ഒരു ടാക്റ്റൈൽ മാർക്കറ്റിങ്ങിനെ പറ്റി കുറച്ച് നേരത്തെ പറഞ്ഞു, അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പറയുന്നുണ്ട്. അപ്പം അത് നോക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു മാർക്കറ്റിംഗ് അൽഗോരിതം അവിടെ വർക്കാവുന്നത് എങ്ങനെയാണ്, എത്രമാത്രം പ്രോഫിറ്റ് അതിലൂടെ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലൂടെ ത്രൂ ഔട്ട് മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു സെക്ഷന് നമ്മൾ എന്താണ് ആക്ച്വലി മെറ്റാഫോഴ്സിൻ്റെ ഒരു വിഷൻ എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പറഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി കൃത്യമായിട്ട് ഇതിനൊരു സ്റ്റഡി നടത്തിയിട്ട് സ്വന്തമായിട്ട് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെല്ലാം കാര്യങ്ങളാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇതിലൂടെ ഞാൻ എങ്ങനെ ഈ ഒരു ബിസിനസ്സിന് ചെയ്തിട്ട് എനിക്ക് എന്ത് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ചിന്തിച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഹ്യൂജ് ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നതിന് ഒരു സംശയം ഉണ്ടായിരിക്കില്ല, തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് മാർക്കറ്റ് ചെയ്യാമെന്നുള്ള കാര്യം പഠിക്കാം. ഓക്കെ, താങ്ക് യു.